നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ഗവർണർ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നടപടിയെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാരിനെതിരായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയതെന്നും പി രാജീവ്. പൊതുമേഖലയിലെ ഏക ഔഷധ നിർമ്മാണശാലയായ ആലപ്പുഴ KSTP അരനൂറ്റാണ്ട് പിന്നിടുന്നു. 50-ാം വാർഷികവും മെഡിമാർട്ട് ഉദ്ഘാടനവും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ടം ഏപ്രിൽ 11-ന് ആരംഭിക്കും. ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തോടെയാണ് 2ാം ഘട്ടം ആരംഭിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ താറാവ് കർഷകർ ഇപ്പോഴും ദുരിതക്കയത്തിലാണെന്ന് ഐക്യ താറാവ് കർഷക സംഘം. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പ്. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൽ അശ്ലീല പൂരപ്പാട്ടിനും ആഭാസ നൃത്തത്തിനുമുള്ള നിയന്ത്രണം ഇക്കൊല്ലം കർശനമാക്കും. ആചാരങ്ങളുടെ പേരിൽ അശ്ലീല പാട്ടുകളും പൂരം തുള്ളലും അതിരുകടക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. ഗവർണർ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നടപടിയെന്ന് മന്ത്രി പി രാജീവ്. സുപ്രീം കോടതി വിധി കേന്ദ്ര സർക്കാരിനുള്ള താക്കീതെന്നും മന്ത്രി പി രാജീവ് ആലപ്പുഴയിൽ പറഞ്ഞു. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. ജനാധിപത്യ വിരുദ്ധ ഭരണഘടന വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കേസും ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട്. അവരൊരു കേസ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഈ ജഡ്ജ്മെന്റ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ തന്നെ 23 മാസമാണ് നമ്മുടെ ബില്ലുകൾ പിടിച്ചു വെച്ചത്. 23 മാസം പിടിച്ചു വെച്ച് 18 മാസം, 14 മാസം, 13 മാസമെല്ലാം പിടിച്ചു വയ്ക്കുക എന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവർണർ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളുടെ കാര്യത്തിൽ ചെയ്തത്. അന്നേ ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഭരണഘടന ഗവർണർക്ക് നൽകുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാനാണ്. അന്നത്തെ ഗവർണർ ഭരണഘടന അംഗീകരിച്ചതോ ഇന്ത്യ റിപ്പബ്ലിക് ആയതുപോലും മനസ്സിലാകാത്ത രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന വിമർശനവും ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭരണഘടനയ്ക്കകത്ത് 3 കാര്യങ്ങളാണ് ഗവർണർക്ക് നൽകുന്ന അധികാരം. 1 ബില്ലുകൾ ഒപ്പിടുക, 2 നിയമസഭയ്ക്ക് തിരിച്ചയക്കുക, 3 ഹൈക്കോടതിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യം അത് പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് നൽകുക. കൺകറന്റ് ലിസ്റ്റിൽ പോലും സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം പാസ്സാക്കാൻ അധികാരമുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ പൂർണ്ണമായ അധികാരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടന പറയാത്ത രൂപത്തിൽ ബില്ലുകൾക്ക് മുമ്പിൽ അടയിരിക്കുക, അതുവഴി ജനാധിപത്യത്തെ അട്ടിമറിക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ അധികാരത്തെ വെല്ലുവിളിക്കുക എന്ന സമീപനമായിരുന്നു കേരളത്തിലെ ഗവർണർ സ്വീകരിച്ചത്, തമിഴ്നാട്ടിലെ ഗവർണർ സ്വീകരിച്ചത്, ബംഗാളിലെ ഗവർണർ, മറ്റ് പല സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം ഉണ്ടാക്കി പൊതുതത്വം പ്രഖ്യാപിക്കൽ മാത്രമല്ല സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത്. ബില്ലുകൾ അയച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന വളരെ കൃത്യമായൊരു വ്യവസ്ഥ, ശരിക്കും ഭരണഘടനയുടെ വികസിതമായൊരു വ്യാഖ്യാനം, ഭരണഘടനാ അസംബ്ലിയുടെ ചർച്ചയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഭരണഘടനയെ ഒന്നുകൂടി വികസിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഭരണഘടനാ അസംബ്ലിക്കകത്ത് ഗവർണറുടെ ചുമതലയുടെ പരിമിതി കൃത്യമായി തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ചർച്ചകളുടെ മറുപടിയിൽ അംബേദ്കർ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ഘട്ടത്തിൽ ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്ന ചോദ്യം വന്നപ്പോൾ ഒരു അധികാരവുമില്ലാത്ത ഈ ചുമതലയിലേക്ക് മത്സരിക്കാൻ ആത്മാഭിമാനമുള്ള ആരെങ്കിലും തയ്യാറാകുമോ എന്നതായിരുന്നു അംബേദ്കർ അന്ന് നൽകിയ മറുപടി എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളും. മറ്റൊന്ന്, തിരിച്ചയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? തിരിച്ചയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒപ്പിടുക മാത്രമാണ് ഗവർണറുടെ മുൻപിലുള്ള മാർഗം എന്നും അന്നത്തെ ചർച്ചകളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അതിനൊരു സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു. 1 മാസത്തിനകം ഒപ്പിട്ടിരിക്കണം. രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഇപ്പോൾ അയച്ച് തെറ്റായിപ്പോയി എന്ന സമീപനം ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് അത്തരം കേസുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയക്കുക എന്ന തെറ്റായ രീതി അന്നത്തെ ഗവർണർ സ്വീകരിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് അതോടുകൂടി കേസ് പോകുമോ, ഇൻഫെക്ഷ്യസ് ആകും, അത് കേസ് ബില്ലിൽ ഒപ്പിടാത്ത പക്ഷം മാറി എന്ന വാദം വന്നപ്പോഴാണ് കേരളത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് അത് ഭേദഗതി ചെയ്ത് പുതിയ റിട്ട് നൽകുന്നതിനുള്ള
അംഗീകാരം സുപ്രീം കോടതി നൽകിയത്. അപ്പോൾ രാഷ്ട്രപതിയും ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടത്, ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ മാത്രമല്ല പ്രഖ്യാപനങ്ങൾ നടത്തിയുമുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നടപടിയെന്ന മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാരിനെതിരായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയതെന്നും പി രാജീവ് ആലപ്പുഴയിൽ പറഞ്ഞു. ഭരണഘടന ഗവർണർക്ക് നൽകുന്നത് 3 അധികാരങ്ങൾ മാത്രമാണെന്നും ബില്ലുകൾക്ക് മുന്നിൽ അടയിരുന്നുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സമീപനമാണ് ഗവർണർ ചെയ്യുന്നത്. ഏത് ബില്ലും രാഷ്ട്രപതിക്ക് അയക്കാനുള്ള അധികാരം ഗവർണർക്കില്ല. നിയമസഭയാണ് നിയമം പാസാക്കുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളുടെ സാധുത പരിശോധിക്കേണ്ടത് കോടതികളാണ്. ഒരു ഗവർണർക്കും ഇനി ചട്ടുകമായി പ്രവർത്തിക്കാൻ കഴിയില്ല. കേരള സർക്കാരിന്റെ നിലപാടുകളെ ശരിവെക്കുന്നത് കൂടിയാണ് കോടതി ഉത്തരവെന്നും പി രാജീവ് ആലപ്പുഴയിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പൊതുമേഖലയിലെ ഏക ഔഷധ നിർമ്മാണശാലയായ ആലപ്പുഴ പാതിരപ്പള്ളിയിലെ KSTP അരനൂറ്റാണ്ട് പിന്നിടുന്നു. 50ാം വാർഷികവും റെഡിമാർട്ടിന്റെ ഉദ്ഘാടനവും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. പൂർണ്ണമായും വിൽക്കാൻ വെച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSTP ഇന്ന് ലാഭത്തിലാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. KSTP 50ാം വാർഷികാഘോഷവും റെഡിമാർട്ടും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വ്യവസായ വകുപ്പിന്റെ കീഴിൽ 54 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ 24 ലാഭകരമായി പ്രവർത്തിക്കുന്നത് അഭിമാനകരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ഈ വർഷം 5119 കോടി 18 ലക്ഷമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ലാഭം 100 കോടിയിലധികമാക്കി ഉയർത്താൻ KSTPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ വിറ്റുവരവ് ഉണ്ടായത്. അന്നത്തെ വിറ്റുവരവിന്റെ പ്രധാന ഭാഗം വന്നത് സാനിറ്റൈസർ നിർമ്മാണത്തിലൂടെയാണ്. ഇപ്പോഴത്തെ വിറ്റുവരവ് പ്രധാനമായും മരുന്ന് നിർമ്മാണത്തിലൂടെ തന്നെയാണ്. ഓങ്കോളജി പാർക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ KSTP ഇന്ത്യയിലെ തന്നെ ശ്രദ്ധേയമായ പൊതുമേഖലാ സ്ഥാപനമായി മാറും. 1156 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനമായി കേരളത്തിൽ കെൽട്രോൺ മാറിയത് അഭിമാനകരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തെ സംബന്ധിച്ച് നല്ല ദീർഘവീക്ഷണമുണ്ടായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ ശ്രീ C. അച്യുതമേനോന്റെ കാലഘട്ടത്തിലാണ് TV തോമസ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച വ്യക്തിത്വം. അദ്ദേഹം കൂടി നേതൃത്വം നൽകിയിട്ടാണ് KSTP എന്ന നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു അടുക്കള എന്ന നിലയിൽ ഒരു സംവിധാനം KSTP എന്ന രൂപത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്കാണ്. അതാണ് ഇപ്പോൾ IV ഫ്ലൂയിഡിൻ്റെ സംവിധാനങ്ങളാകെ ഇമ്പോർട്ട് ചെയ്ത മെഷീനറി വെച്ച് ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഓങ്കോളജി പാർക്കും അതിൻ്റെ അവസാന ഘട്ട അംഗീകാരത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്ഥാപനമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കലവൂർ KSTPയിൽ കൂടിയ യോഗത്തിന് PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യാതിഥിയായി. KSTP ഉത്പാദിപ്പിക്കുന്ന മരുന്നുകൾ ബ്രാൻഡ് ചെയ്ത് പൊതുവിപണിയിൽ വിൽപ്പനയ്ക്ക് സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ലഭിച്ച ബ്രാൻഡ് നെയിമുകളായ കെരാംസോൾ പ്ലസ് കഫ് സിറപ്പ്, കെരാപിപ്പറ്റ്സ് ഇഞ്ചക്ഷൻ, കെരാമിസിൻ ടാബ്ലറ്റ് എന്നിവയുടെ വിൽപ്പന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി PK രാജീവ് KSTP MD EA സുബ്രഹ്മണ്യന് കൈമാറി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, KSTP ചെയർമാൻ CB ചന്ദ്രബാബു, വ്യവസായ വകുപ്പ് OSD ആനി ജൂല തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആർ റിയാസ്, മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സംഗീത, KSTP മാനേജിംഗ് ഡയറക്ടർ EA സുബ്രഹ്മണ്യൻ, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ, മുൻ MP TJ ആഞ്ചലോസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി PK ബിനോയ്, യൂണിയൻ പ്രതിനിധികളായ KR ഭഗീരഥൻ, PG രാധാകൃഷ്ണൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ശുചിത്വ സാഗരം സുന്ദര തീരം എന്ന പദ്ധതിയുടെ 2ാം ഘട്ടം ഏപ്രിൽ 11 ആരംഭിക്കും. ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തോടെയാണ് 2ാം ഘട്ടം ആരംഭിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മുടെ കടലും കടലോരവും കായലും തടാകങ്ങളും പുഴകളും നദികളുമെല്ലാം അജൈവ മാലിന്യങ്ങൾ കൊണ്ട് ഇന്ന് നിറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം മണ്ണിലും ജലാശയങ്ങൾ മാത്രമല്ല പുക രൂപത്തിൽ വായുവിലും മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ മനുഷ്യൻ്റെതുൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും ശരീരത്തിനുള്ളിൽ പോലും എത്തിച്ചേരുന്നു എന്ന പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കണ്ടുപിടുത്തം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഉള്ളിലെത്തുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകും. മത്സ്യം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളിലൂടെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഏറ്റവും അധികമായി ഭീഷണിയാകുന്നത് മനുഷ്യന് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കരയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങളാണ് നദീമുഖങ്ങളിലൂടെയും തീരക്കടലിൻ്റെ ഉള്ളിലും എത്തപ്പെടുന്നത്. അതാണ് മലിനീകരണത്തിൻ്റെ മുഖ്യ കാരണം. ജലമലിനീകരണം ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്നത് തീരക്കടലിലും തീരദേശ മേഖലയിലുമാണ്. കേരളത്തിൻ്റെ തീരക്കടലിൽ ഉണ്ടായിട്ടുള്ള മത്സ്യസമ്പത്തിൻ്റെ കുറവ്
നാം നേരിടാൻ പോകുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയായിട്ട് നാം കാണണം. മാത്രമല്ല, കടലുമായി ബന്ധപ്പെട്ട് പണിയെടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും വരുമാനത്തെയും തൊഴിൽ സുരക്ഷിതത്വത്തെയും ഈ അവസ്ഥ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായ പരിഹാരം കാണുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. രണ്ടാം ഘട്ട പരിപാടി എന്ന നിലയിൽ ഈ ഏപ്രിൽ 11 രാവിലെ 8 മണിക്ക് തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഫിഷറീസ് മന്ത്രി അധ്യക്ഷതയിൽ കൂടുന്ന സമ്മേളനത്തിൽ വെച്ച് രണ്ടാം ഘട്ട ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് 11 മണി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ക്ലീനിങ് നമ്മൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തീരദേശ ജില്ലയ്ക്കും 9 ജില്ലകൾ, അതിൽ ഏറ്റവും മികച്ച തീരദേശ ജില്ലയ്ക്കും ഓരോ ജില്ലയിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നാമധേയത്തിൽ ഏർപ്പെട്ടുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നമ്മൾ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശുചിത്വ സ്വാഗതം സുന്ദര തീരം പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഏപ്രിൽ 11 ആരംഭിക്കും. ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തോടെയാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ജില്ലാതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോർഡിനേഷൻ കമ്മിറ്റികൾ കൂടി പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. രണ്ടാം ഘട്ട പരിപാടി 2025 ഏപ്രിൽ 11 കേരളത്തിന്റെ 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്ത് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കുന്നു. ഇതിന്റെ ഭാഗമായി തീരപ്രദേശത്തെ ജനസാന്ദ്രത കൂടിയ 482 ആക്ഷൻ കേന്ദ്രങ്ങൾ കണ്ടെത്തി ഗൂഗിൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ കളക്ഷൻ കേന്ദ്രങ്ങളിലും 25 വോളണ്ടിയർമാരെ വീതം കണ്ടെത്തി പരിശീലനം നൽകി വരുന്നു. ഇത്തരത്തിൽ ഏകദേശം 12,000-ഓളം വോളണ്ടിയർമാർ ക്യാമ്പയിന്റെ ഭാഗമാകുന്നുണ്ട്. 590 കിലോമീറ്റർ തീരത്ത് 1200-ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കും. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ വ്യാപകമായ പ്രചരണവും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. രണ്ടാം ഘട്ട പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2025 ഏപ്രിൽ 11 രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തീര ജില്ലയ്ക്കും ഓരോ ജില്ലയിലും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകുന്നതാണ്. പദ്ധതിയുടെ 3ാം ഘട്ടം എന്ന നിലയിൽ ഹാർബറുകൾ കേന്ദ്രീകരിച്ച് കടലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണവും അതിന്റെ പുനരുപയോഗവും തുടർന്ന് ക്യാമ്പയിനും സംഘടിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ താറാവ് കർഷകർ ഇപ്പോഴും ദുരിതക്കയത്തിലാണെന്ന് ഐക്യ താറാവ് കർഷക സംഘം നേതാക്കൾ പറഞ്ഞു. താറാവ് കർഷകരെ സഹായിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ പക്ഷിപ്പനി വ്യാപകമായി ഉണ്ടാവുകയും താറാവ് വളർത്തലും അതോടൊപ്പം തന്നെ മുട്ട വിപണനവും ഇറച്ചി വിപണനവും അസാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഏപ്രിലിന് ശേഷം ഉണ്ടായത്. അതിനുശേഷം 2024 ജൂൺ മുതൽ 2024 ഡിസംബർ 31 വരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ താറാവ് വളർത്തലും അതുപോലെ മുട്ടയുടെയും മാംസത്തിൻ്റെയും വിപണനവും പൂർണ്ണമായി ഗവൺമെൻറ് നിരോധിച്ചു. 2 ഗവൺമെൻറ്റുകളും കൂടി ചേർന്നിട്ടാണ് ആ നിരോധനം ഉണ്ടായത്. നിരോധനം ലിഫ്റ്റ് ചെയ്തത് മാർച്ച് 31 സ്വാഭാവികമായി മാർച്ച് 31 വരെയുള്ള ആ കാലയളവിൽ താറാവ് കർഷകരുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു. ഡിസംബർ 31 വരെ അടിയന്തരമായി നമ്മുടെ ആവശ്യം 12% തുക ഏറ്റവും വേഗം അവർക്ക് കിട്ടാനുള്ള നടപടി സ്വീകരിക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. 1 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ട് ചത്തൊടുങ്ങുന്ന ഒരു അസുഖങ്ങളാണ് ഈ 2 അസുഖം. അപ്പോൾ വാക്സിൻ 24 ദിവസം കഴിയുമ്പം മുതൽ കൊടുത്തു തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 60 ദിവസം 62 ദിവസം ആകുമ്പോഴും 24 ദിവസം കഴിയുമ്പോൾ കൊടുക്കേണ്ട വാക്സിൻ നാളിതുവരെ ഗവൺമെൻറ് തന്നിട്ടില്ല. ഈ വാക്സിനെ സംബന്ധിച്ചും ഒരു വലിയ കുഴപ്പമുണ്ട്. പോട്ട് ഗവൺമെൻറ് വാക്സിൻ തന്നില്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും വാക്സിൻ കിട്ടത്തില്ല. വാക്സിൻ എന്ന് പറയുന്നത് പൊതുമേഖലയിൽ തന്നെ ഉള്ളതാണ്, അല്ലാതെ ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഗവൺമെൻറ് തന്നെങ്കിൽ മാത്രമേ ഈ വാക്സിൻ കുത്തിവെക്കാൻ പറ്റുള്ളൂ, ഈ താറാവിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. വാക്സിൻ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ വാക്സിൻ കിട്ടണം. 12% തുക അടിയന്തരമായി കിട്ടണം. അല്ലെങ്കിൽ നിരാഹാര സമരം അടക്കമുള്ള ഒരു സമരമാർഗത്തിലേക്ക് ഈ പാവപ്പെട്ട കർഷകർ പോവുകയല്ല, അവരെ മാർഗമില്ല.
താറാവ് കർഷകർക്ക് പൊതുമേഖലാ ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകാത്ത സാഹചര്യം, കൊള്ളപ്പലിശയ്ക്ക് പണം നൽകുന്നവരിൽ നിന്നും പണം കടം വാങ്ങിയാണ് താറാവ് കർഷകർ താറാവിനെ വളർത്തുന്നത്. ഓരോ മാസം കഴിയുന്തോറും പലിശ കൂടി നഷ്ടപരിഹാര തുക കൊണ്ട് കടം വീട്ടാൻ പോലും തികയാത്ത അവസ്ഥയിലാണ് കർഷകർ. 2024 മാർച്ച് 31 വരെയുള്ള നിരോധനം കഴിഞ്ഞ് ജനുവരി മാസത്തിൽ മുട്ടയടവച്ച ഫെബ്രുവരി മാസത്തോടെ വിരിഞ്ഞിറങ്ങിയ താറാവിൻ കുഞ്ഞുങ്ങൾക്ക് പാസ്റ്റർലോ, പ്ലേഗ് എന്നീ രോഗങ്ങൾ ബാധിച്ച് താറാവുകൾ കൂട്ടത്തോടെ ചത്തുപോകുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനും മരുന്നും വളരെ സുലഭമായി നൽകിയിരുന്നു. ഗവൺമെന്റ് വാക്സിനും മരുന്നും സുലഭമായി എത്തിക്കാനും കൂട്ടാക്കുന്നില്ല. ഈ വാക്സിൻ ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമല്ല. കാശ് കൊടുത്ത വാക്സിൻ വാങ്ങി താറാവുകൾക്ക് കൊടുക്കാൻ അതുകൊണ്ട് തന്നെ കഴിയില്ല. വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന താറാവ് കർഷകർക്ക് അവർക്ക് ലഭിക്കാനുള്ള 12% നഷ്ടപരിഹാര തുകയും പ്ലേഗ്, പാസ്റ്റർല എന്നീ രോഗങ്ങൾക്കുള്ള വാക്സിൻ മരുന്നും അടിയന്തരമായി നൽകാൻ തയ്യാറാകണമെന്നും, അല്ലാത്തപക്ഷം നിരാഹാര സമരമടക്കമുള്ള ശക്തമായ സമര പരിപാടികളുമായി ഐക്യ താറാവ് കർഷക സംഘം മുന്നോട്ട് പോകുമെന്ന് ഐക്യ താറാവ് കർഷക സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ, സെക്രട്ടറി കെ ശ്യാമുവൽ, ദേവരാജൻ തുളസീധരൻ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്ന് 7.65 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ തായ്വാൻ സ്വദേശിയായ യുവതിയുമുണ്ടെന്ന് സൂചന. നേരത്തെ പിടിയിലായവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തായ്വാൻ സ്വദേശിയായ യുവതിയുടെ വിവരവും ലഭിച്ചത്. ചേർത്തലയിലെ ഡോക്ടർ ദമ്പതികളെ 7.65 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിനിരയാക്കിയ സംഘത്തിൽ തായ്വാൻ വനിതയുമുണ്ടെന്ന സൂചന. ഗുജറാത്തിലെ ജയിലിൽ നിന്ന് എത്തിച്ച് ചോദ്യം ചെയ്ത തായ്വാൻ ജാർഖണ്ഡ് സ്വദേശികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ചേർത്ത പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. രാജ്യാന്തര ബന്ധമുള്ള തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതികളെപ്പറ്റി ചില സൂചനകൾ ലഭിച്ചെന്നും ഇതിലുണ്ട്. തായ്വാൻ സ്വദേശികളും സഹോദരന്മാരുമായ സുങ് മൂച്ചി, ചാങ് ഹോവോ യുൻ, ജാർഖണ്ഡ് സ്വദേശി സെയ്ഫ് ഗുലാം ഹൈദർ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരാണ് മയോ എന്ന തായ്വാൻ വനിതയുടെ പങ്കിനെപ്പറ്റി സൂചിപ്പിച്ചത്. സഹോദരനും മയോ ഉൾപ്പെടെയുള്ളവരും ചേർന്നാണ് തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് മാർക്ക് പോലീസിനോട് പറഞ്ഞത്. മയോ ആണ് കമ്പനിയുടെ ഉടമയെന്നാണ് മറ്റുള്ളവർ തന്നോട് പറഞ്ഞതെന്നും സെയ്ഫ് ഗുലാം ഹൈദറും അറിയിച്ചു. ഇവരെല്ലാം ഉൾപ്പെട്ട ബാങ്ക് അക്കൗണ്ട് വിൽക്കുന്ന ഗ്രൂപ്പിലാണ് തന്നെ ചേർത്തതെന്നും ഇയാൾ പറഞ്ഞു. കമ്പ്യൂട്ടർ സയൻസിൽ ഉയർന്ന യോഗ്യതയുള്ളവരാണെന്നാണ് പ്രതികൾ പോലീസിനെ അറിയിച്ചത്. തനിക്ക് IT മാനേജ്മെന്റ്സിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന 14-ാം പ്രതിയായ മാർക്കോ അവകാശപ്പെട്ടു. വിവിധ കമ്പനികളിൽ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിരുന്നു. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സഹോദരന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ വന്നു. സഹോദരന് ഇവിടെ കമ്പനി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ എന്താണ് ബിസിനസ് എന്നറിയില്ലെന്നാണ് മാർക്കോയുടെ മൊഴി. കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്നാണ് 13-ാം പ്രതിയും മാർക്കോയുടെ സഹോദരനുമായ മാർക്കിന്റെ അവകാശവാദം. തനിക്ക് ടോക്മാൻ ലാബ്സ് എന്ന കമ്പനി ഉണ്ടെന്നും 2023 ഓഗസ്റ്റ് 14 ഇന്ത്യയിലെത്തിയെന്നും പിന്നീട് പലതവണ വന്നെന്നും ഇയാൾ പറഞ്ഞു. ഇവിടെ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ബിസിനസ് തുടങ്ങാനാണ് വന്നത്. താൻ ഡൽഹി സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ BTech നേടിയിട്ടുണ്ടെന്നും ഹാർഡ്വെയർ എഞ്ചിനീയർ ആണെന്നും 12-ാം പ്രതിയായ സെയ്ഫ് ഗുലാം ഹൈദർ പറഞ്ഞു. 2023 UV എന്ന ഡൽഹി സ്വദേശിയാണ് മാർക്കിനെ പരിചയപ്പെടുത്തിയത്. തായ്വാൻകാർ അവരുടെ കമ്പനിയിൽ ചേരാൻ ആവശ്യപ്പെട്ടു. ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന കമ്പനിയാണെന്നും എവിടെ നിന്നും പ്രവർത്തിപ്പിക്കാവുന്ന ഉപകരണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടതെന്നുമാണ് പറഞ്ഞത്. കമ്പനിയിൽ ചേരാൻ മുൻകൂറായി 13 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് തന്നു. പ്രതിമാസ ശമ്പളമായി 2 ലക്ഷവും നൽകി. ബാംഗ്ലൂരു, മുംബൈ, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. കേസിലെ 10-11 പ്രതികളായ തായ്വാൻ സ്വദേശികളെ ഭുവനേശ്വറിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു. പിന്നീട് 13-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം അവരെ ബംഗളൂരുവിലെത്തി കണ്ടു. ഇവരുമായി ചാറ്റ് നടത്തിയിട്ടുമുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിൽക്കുന്ന ഗ്രൂപ്പിൽ ചില അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വന്നപ്പോൾ അതേക്കുറിച്ച് തായ്വാൻ സ്വദേശികളോട് ചോദിച്ചിരുന്നു. ഇതുപോലെ ഒട്ടേറെ പേരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇതായിരുന്നു സെയ്ഫിന്റെ മൊഴി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ അശ്ലീല പൂരപ്പാട്ടിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഇക്കൊല്ലം കർശനമാക്കാൻ തീരുമാനം. അശ്ലീല പൂരപ്പാട്ടും പൂരംതുള്ളലും അതിരുകടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ അശ്ലീല പൂരപ്പാട്ടും ആഭാസ നൃത്തവും ഇത്തവണ കർശനമായി നിയന്ത്രിക്കും. ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധി നിലവിലുണ്ടെങ്കിലും കർശനമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ നിയന്ത്രണം കർശനമാക്കണമെന്ന് പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉപദേശക സമിതി സെക്രട്ടറി EK സിനിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിപ്രകാരം ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചും ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ഭക്തന്മാർ ചെരുപ്പ് ധരിച്ച്
ചെരുപ്പ് ധരിച്ച് ആനപ്പന്തലിൽ കയറി തെറിപ്പാട്ട് പാടുന്നതും അമ്പലമണി അടിക്കുന്നതും മറ്റ് ഭക്തജനങ്ങൾക്ക് അലോരസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ വർഷം പൂരം നാളിന് കുറച്ച് നാൾ മുമ്പാണ് ഈ വിധി നിലവിൽ വന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം പോലീസ് ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. ഇത്തവണ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ SP കൊണ്ട് വിധിപ്പകർപ്പും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും കൊടുത്ത് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ചേർത്തല DYSPക്ക് കൊടുത്തിട്ടുണ്ട്. SHOയെ കാര്യം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വേണ്ട രീതിയിൽ ഇതിനെ ആക്ട് ചെയ്യാമെന്ന് ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ ആയില്യം മകം പൂരം നാളുകളിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണത്തിലുമായിരിക്കും ഈ ദിവസങ്ങളിലുള്ള വേലപടയണികളും പൂരം തുള്ളലും നടക്കുക. അശ്ലീല പദപ്രയോഗം ഉപയോഗിച്ചുള്ള പൂരപ്പാട്ടിന് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട EK സിനിൽ കഴിഞ്ഞ തവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായും നടപ്പാക്കാനായില്ല. ക്ഷേത്ര നടയിൽ വരെ അശ്ലീല പൂരപ്പാട്ടും ആഭാസ നൃത്തവും നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് അരോചകമായി മാറി. ആചാരങ്ങളുടെ പേരിൽ അതിരുവിടുന്ന അശ്ലീല പൂരപ്പാട്ട് നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കണമെന്ന് ഉപദേശക സമിതി പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടത്. പൂരത്തിന് പാടാൻ ദേവീസ്തുതികൾ നിറഞ്ഞ പൂരപ്പാട്ട് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അനുഗ്രഹിച്ചിടണേ ദേവി മഹാത്മ്യങ്ങൾ വർത്തിടുവാൻ വാണി സരസ്വതി വീണ പാണിനി വന്നു വിളയാടനാവുതന്മേൽ ശ്രീ മഹാവിഷ്ണു തുണയായിരിക്കണം ശ്രീ പരമേശ്വരനു കൂടവേണേ. താനാരോ തന്നാരോ ദേവി താനാരോ തന്നാരോ. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്ഥാനാർബുദ പരിശോധനയ്ക്ക് തുടക്കമായി. ഇതിനായുള്ള ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതി വഴി അനുവദിച്ച 117 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച OP കെട്ടിടത്തിലാണ് മാമോഗ്രാം മെഷീൻ സ്ഥാപിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സ്ഥാനാർബുദ പരിശോധനയ്ക്ക് തുടക്കം. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 117 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച OP ബ്ലോക്കിലാണ് പുതിയ മാമോഗ്രാം മെഷീൻ സ്ഥാപിച്ചത്. H. സലാം MLA മാമോഗ്രാമിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മളൊരു സാധാരണ രോഗം പോലെ ക്യാൻസർ രോഗം പലപ്പോഴും കാണാൻ പറ്റും. അതിന് സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ യഥാസമയത്ത് ഇത്തരം പരിശോധനകൾ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്കിത് കുറെ അധികം നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അതിന് ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഏറെക്കുറെ ആ പ്രായം കഴിഞ്ഞാൽ നിശ്ചയമായും ഒരു കൃത്യമായ സ്ക്രീനിങ്ങിന് വിധേയപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ ക്യാൻസർ ഈ പറഞ്ഞ മാതിരി ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് മാമോഗ്രാം മെഷീൻ വാങ്ങിയത്. ആലപ്പുഴ നഗരസഭ 16 ലക്ഷം ചെലവഴിച്ച് PR ഇമേജ് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും സജ്ജമാക്കി. സ്വകാര്യ ആശുപത്രികളിൽ 1900 രൂപ വരെയാണ് ഈടാക്കുന്നത്. സർക്കാർ ആശുപത്രിയിലെ APL BPL നിരക്കാകും ജനറൽ ആശുപത്രിയിലും ഈടാക്കുകയെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ പറഞ്ഞു. 15 മിനിറ്റിനുള്ളിൽ പരിശോധനയും വേഗത്തിൽ ഫലം ലഭ്യമാക്കാനും കഴിയും. ആഴ്ചയിൽ എല്ലാ ദിവസവും പരിശോധന ഉണ്ടാകും. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഡെപ്യൂട്ടി DMO ഡോക്ടർ അനു വർഗീസ് ആരോഗ്യദിന സന്ദേശവും നൽകി. കൗൺസിലർ B. നസീർ, റേഡിയോ ഡയഗ്നോസിസ് കൺസൾട്ടന്റ് ഡോക്ടർ PC. നവീൻ കുമാർ, RMO ഡോക്ടർ M. ആശ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K. വേണുഗോപാൽ, നഴ്സിംഗ് സൂപ്രണ്ട് രജിത, HMC അംഗം ME ഹൽതാഫ്, PRO ബെന്നി അലോഷ്യസ്, ജൂനിയർ പീഡിയാട്രിക് കൺസൾട്ടന്റ് ഡോക്ടർ M. പ്രവീൺ എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് ആരംഭിച്ചു. 10-ാം തീയതി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. SNDP ഹാളിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് പരിപാടി ആരംഭിക്കുന്നത്. അത് കായംകുളം MLA ശ്രീമതി യു പ്രതിഭ ആ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ ഹയർ സെക്കൻഡറി ഡയറക്ടറും സാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായ പ്രൊഫസർ കാർത്തികേയൻ നായർ അവിടെ വിഷയം അവതരിപ്പിക്കും. മറ്റു പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കും. 9-ാം തീയതി സമ്മേളനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്ന ആയിരക്കണക്കിന് പെൻഷൻകാർ അണിനിരക്കുന്ന വിളംബര ജാഥയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ 33-ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് ആരംഭിച്ചു. ഏപ്രിൽ 8, 9, 10 തീയതികളിലാണ് സമ്മേളനം നടക്കുന്നത്. ചൊവ്വാഴ്ച കായംകുളം SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം കായംകുളം MLA യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ B. ജീവൻ അധ്യക്ഷനായി. സാംസ്കാരിക രംഗത്തെ പുതിയ പ്രവണതകൾ എന്ന വിഷയം പ്രൊഫസർ B. കാർത്തികേയൻ നായർ അവതരിപ്പിച്ചു. KPSC സെക്രട്ടറി അഡ്വക്കേറ്റ് A. ഷാജഹാൻ, കവിയും പ്രഭാഷകനുമായ ചേരാവള്ളി ചാച്ചി, കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച വൈകുന്നേരം 4-ന് വിളംബര ജാഥ നടക്കും. കായംകുളം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി കദീശ ഓഡിറ്റോറിയത്തിന് സമീപം സമാപിക്കും. കായംകുളം ടൗൺ ബ്ലോക്കിൽ നിന്നും സമീപ ബ്ലോക്കുകളിൽ നിന്നുമായി ആയിരക്കണക്കിന് പെൻഷൻകാർ ജാഥയിൽ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. വ്യാഴാഴ്ച കായംകുളം കദീശ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ള K. പരമേശ്വരൻ പിള്ള നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ജില്ലാ പ്രസിഡന്റ് M. പ്രസാദ് പതാക ഉയർത്തും. തുടർന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മെമ്പർഷിപ്പ് മാസിക പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ ബ്ലോക്ക് യൂണിറ്റ് ഘടകങ്ങൾക്കുള്ള ഉപഹാരം സംസ്ഥാന പ്രസിഡന്റ് N. സദാശിവൻ നായർ വിതരണം ചെയ്യും. പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി N. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി K. സോമനാഥപിള്ള പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി M. മുഹമ്മദ് യൂനസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. ജില്ലയിലെ 18 ബ്ലോക്കുകളെ പ്രതിനിധീകരിച്ച് റിപ്പോർട്ടിന്മേൽ വിശദമായ ചർച്ച നടക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി K. സോമനാഥപിള്ള, ഖജാൻജി M. മുഹമ്മദ് യൂനസ്, വൈസ് പ്രസിഡന്റ് B. ജീവൻ, സംഘാടക സമിതി വർക്കിംഗ് കൺവീനർ പൊടിയൻ കണ്ടല്ലൂർ, വർക്കിംഗ് ചെയർമാൻ C. മുരളീധരൻ പിള്ള, വർക്കിംഗ് ട്രഷറർ A. ഇസഹാക്ക് കുഞ്ഞ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ മന്മഥൻ പിള്ള, കൺവീനർ പ്രൊഫസർ KR വിശ്വംഭരൻ, യൂണിറ്റ് സെക്രട്ടറി ഹരികുമാർ എന്നിവർ കായംകുളത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, കായംകുളം. മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോസംഗമം ശ്രദ്ധേയമായി. ഉണർവ് 2025 എന്ന പേരിലാണ് വയോസംഗമം ഒരുക്കിയത്. മുഹമ്മ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച വയോസംഗമം ശ്രദ്ധേയമായി. വയോജനങ്ങളുടെ മാനസിക ഉല്ലാസം, ക്ഷേമപ്രവർത്തനങ്ങൾ തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് വയോസംഗമം ഒരുക്കിയത്. മുഹമ്മ ആസാദ് മെമ്മോറിയൽ ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന വയോസംഗമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. ലോകത്തിന് മാതൃകയായി തന്നെ അല്ലെങ്കിൽ കേരളത്തിന് മാതൃകയായി തന്നെ പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും മഹത്തായ രീതിയിൽ ഒരു പഞ്ചായത്തും ഏറ്റെടുക്കാതിരുന്ന സമയത്ത് പാലിയേറ്റീവ് പ്രവർത്തനം ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഗുണഫലങ്ങൾ ഇന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. അത് സമാന്തരമായി വ്യത്യസ്തമായ പാലിയേറ്റീവുകളും ഒക്കെ. വൈസ് പ്രസിഡന്റ് ND റെജി സ്വാഗതം പറഞ്ഞു. വിപ്ലവഗായിക PK മേദിനി, TP മംഗളമ്മ തുടങ്ങിയവർ ചേർന്ന് വർണ്ണ ബലൂണുകൾ പറപ്പിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജനപ്രതിനിധികളായ MS ലത, CD വിശ്വനാഥൻ, PN നസീമ, TC മഹീധരൻ, വിനോമ രാജു, നിഷ പ്രദീപ്, വിഷ്ണു B വട്ടച്ചിറ, കുഞ്ഞുമോൾ ഷാനവാസ്, ഷെജിമോൾ സജീവ്, CDS ചെയർപേഴ്സൺ സേതുഭായി, ICDS സൂപ്പർവൈസർ S അശ്വതി, വിനിത തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ടൈം ന്യൂസ്, ചേർത്തല. കവി TP ബാലചന്ദ്രൻ രചിച്ച മാലിക എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ചേർത്തല MLA കൂടിയായ മന്ത്രി P. പ്രസാദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. തിരുവിഴ ജയശങ്കർ, തിരുവിഴ ശിവാനന്ദൻ, ചേർത്തല രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തിരുവിഴ പെരിയമനയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി P. പ്രസാദ് ചേർത്തല താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണന് നൽകിക്കൊണ്ട് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു.
ശിവാനന്ദ് സാറിനെ ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. പല വേദികളിൽ അല്ലെങ്കിൽ സദസ്സുകളിലൊക്കെ ഇരിക്കുമ്പോഴും ആ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരിക്കൽ രാധാകൃഷ്ണൻ സാർ തന്നെ ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ശ്രീ മധുപൂജ അദ്ദേഹവും ഈ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. പ്രശസ്ത നാഗസ്വര ചക്രവർത്തി തിരുവിഴ ജയശങ്കറിനെയും വയലിൻ വിദ്വാൻ തിരുവിഴ ശിവാനന്ദനെയും പുല്ലാങ്കുഴൽ കലാകാരൻ ചേർത്തല രാജേഷിനെയും കൃഷിമന്ത്രി ഇ പ്രസാദ് ചടങ്ങിൽ ആദരിച്ചു. തിരുവിഴ മധു എൻ പോറ്റി സ്വാഗതം പറഞ്ഞു. ഹരികൃഷ്ണവർമ്മ കാട്ടിൽ കോവിലകം, NSS കരയോഗം പ്രസിഡന്റ് രമേശ് ബാബു എന്നിവർ ആശംസ അർപ്പിച്ചു. പരമേശ്വരൻ പോറ്റി നന്ദി പറഞ്ഞു. തുടർന്ന് ചേർത്തല രാജേഷിൻ്റെ പുല്ലാങ്കുഴൽ കച്ചേരിയും നടന്നു. ടൈം ന്യൂസ് ചേർത്തല. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ പദ്ധതിയായ വായനാ വസന്തം പരിപാടി ആരംഭിച്ചു. ആര്യാട് പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ വായനാ വസന്തം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ പദ്ധതിയായ വായനാ വസന്തം പരിപാടിക്ക് തുടക്കം. ആര്യാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ വായനാ വസന്തം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരികപരമായ ഉന്നമനത്തിന് വേണ്ടി നിരവധി പ്രതിഭകളെ തന്നെ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തേക്ക് NSനെ പോലുള്ള ആളുകളെ സംഭാവന ചെയ്ത ഒരു സർവകലാശാലയാണ് ഐക്യഭാരതം വായനശാല. അക്കാഡമിക് പരിവേഷം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷെ അക്കാഡമിക് പരിവേഷം കൊണ്ട് ലോകപരിചയം എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ അവർ തന്നെയാണ് യുഗമാണ് എന്നൊക്കെ പറഞ്ഞാൽ പരമ്പര അത് കുറച്ച് കാണുകയല്ല. പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂകൾ ഇത്രയും ഉന്നതരായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ പരിസരത്തെ കാര്യം ചോദിച്ചപ്പോൾ അവർക്ക് പറയാനാവുന്നില്ല എന്നുള്ള വലിയ ഗതികളാണ്. എല്ലാവരും കൈകൊക്കെയാണ് വരുന്നത്. കുടുംബശ്രീ കോഴ്സിലെ ഇൻ്റർവ്യൂവിൽ വളരെ കൃത്യമായിട്ട് ഇത് വന്നു. കുടുംബശ്രീയുടെ അക്കൗണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ ഇത് വന്നു. ജനറലായി യാതൊരുവിധ വിവരമില്ലാത്ത രീതി വന്നിരിക്കുന്നു. നിർദ്ദിഷ്ട സിലബസിൽ നിന്ന് പഠിച്ചെഴുതിയ ആ തരത്തിലുള്ള യോഗ്യതക്കപ്പുറം എന്താണ് സമൂഹം എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. അവിടെ ഒരു മാറ്റം കാണണമെങ്കിൽ ഇത്തരം പുസ്തകങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ആര്യാട് ഗ്രാമപഞ്ചായത്തിലെ ഐക്യഭാരതം ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹേന്ദ്രൻ തൈപ്പറമ്പിൽ ശ്യാമയ്ക്ക് പുസ്തകം നൽകി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഗ്രന്ഥശാല നേതൃസമിതി പ്രസിഡന്റ് R ലക്ഷ്മണൻ അധ്യക്ഷനായി. ഗ്രന്ഥശാല പ്രസിഡന്റ് CK കുമാരപ്പണിക്കർ സ്വാഗതം പറഞ്ഞു. N ഹരിലാൽ, P ഹേമനാഥ്, ദീപ്തി സന്തോഷ്, അജിത കുമാരി എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ 100ഓളം വീടുകളിലാണ് പുസ്തകങ്ങൾ എത്തിച്ച് നൽകുന്നത്. ടൈം ന്യൂസ് ആലപ്പുഴ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CA2ൻ്റെ ചേർത്തല ഡിവിഷൻ ജൽബോർഡ് യോഗം നടന്നു. ചേർത്തല NSS യൂണിയൻ ഹാളിലാണ് ജൽബോർഡ് യോഗം നടന്നത്. അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് S ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CI2ൻ്റെ ചേർത്തല ഡിവിഷൻ ജനറൽ ബോഡി യോഗം ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. വർക്കിംഗ് പ്രസിഡന്റ് S ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുത നിയമം 2003 കോൺഗ്രസിന്റെയും BJPയുടെയും സൃഷ്ടിയാണ്. ഇപ്പൊ പറയുന്നു 2003 നിയമത്തിൽ 172A എന്ന് പറയുന്ന ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ പൊതുമേഖലയിൽ നിർത്താമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബദലായി കേന്ദ്ര ഗവൺമെന്റ് നയത്തിനെ വെല്ലുവിളിച്ചു പൊതുമേഖലയിൽ ജനങ്ങൾക്ക് വൈദ്യുതി ചാർജ് കൂടുതൽ കൂട്ടാതെ മെച്ചപ്പെട്ട സേവനം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന വൈദ്യുത സ്ഥാപനങ്ങൾ നിൽക്കുന്നത് കൊണ്ട് സ്വകാര്യവൽക്കരണം വേണ്ട, ഇതുപോലെ കേരളം പോലെ ആകണമെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പറയുമ്പോൾ അതില്ലാതാക്കണമെങ്കിൽ അതുകൂടെ പൊളിച്ചെടുക്കണം.
ആ പൊളിച്ചെടുക്കണമെങ്കിലോ 2003 നിയമത്തിലെ പൊതുമേഖലയിൽ നിൽക്കാനുള്ള വ്യവസ്ഥ ഇല്ലാതാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ആദ്യമായി കോൺഗ്രസ് 2014 വൈദ്യുത നിയമ ഭേദഗതി ബിൽ അവിടെ അവതരിപ്പിച്ചു. 2014 ജനുവരിയിലാണ് ബിൽ അവതരിപ്പിച്ചത്. 2014 മെയ്യിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി BJP അധികാരത്തിൽ വന്നു. BJP 2018 വരെ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. എന്നാൽ 18-ൽ അതിനേക്കാൾ ശക്തമായ വ്യവസ്ഥയടക്കം കൊണ്ടുവന്നുകൊണ്ട് വിദേശ മൂലധനമടക്കം വൈദ്യുതി ബോർഡുകളിൽ മുടക്കാം എന്ന് പറഞ്ഞ രാജ്യത്തെ മുതലാളിക്കല്ല, വിദേശ മുതലാളിക്കും വിൽക്കാമെന്നടക്കം വ്യവസ്ഥ ചേർത്തുകൊണ്ട് അവർ 2018-ൽ വൈദ്യുത നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നു. KS സുധീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K രഘുനാഥ്, B സഞ്ജയ്നാഥ്, PL അലൂഷ്, CD അനിൽകുമാർ, B ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം തുടരുന്നു. ഏപ്രിൽ 10-നാണ് ചേർത്തല പൂരം. പൂരോത്സവത്തോടനുബന്ധിച്ച് ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടന്നുവരുന്നത്. കരപ്പുറം ദേശത്തിന്റെ ഐശ്വര്യവും ഒരുമയുടെ പ്രതീകവും സാംസ്കാരിക പൈതൃകത്തിന്റെ അപൂർവ സംഗമവുമാണ് ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രം. മീനമാസത്തിലെ പൂരം ഉത്സവത്തോടനുബന്ധിച്ച 4ാം ഉത്സവ ദിനമായ ഏപ്രിൽ 7 തിങ്കളാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം പുല്ലംകുളത്തിലേക്ക് ആറാട്ടു പുറപ്പെട്ടു. തുടർന്ന് രാധാമാധവം നാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടന്നു. 10:30 ആറാട്ട് വരവും 11 കൈകൊട്ടിക്കളിയും 12 തിരുവാതിരയും നടന്നു. 12:30 പ്രസാദവൂട്ടും വൈകിട്ട് 3:30 തിരുവാതിര, വൈകിട്ട് 5 നടത്തുറപ്പ, കാഴ്ച ശ്രീബലി, 5:15 നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. 6:15 ചേർത്തല തൃക്കാർത്തിക ഭജൻസിന്റെ ഭക്തിഗാന സുധയും നടന്നു. രാത്രി 9:30 ആറാട്ടുവരവ്, എതിരേൽപ്പ്, വിളക്ക്, പുലർച്ചെ 4 മണിക്ക് സരസ്വതി പടയണി എന്നിവയും നടന്നു. 5ാം ഉത്സവ ദിനമായ 8-ാം തീയതി ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ വടക്ക് ചേരുവാരം ആയില്യം മഹോത്സവം. 6ാം ഉത്സവ ദിനമായ 9-ാം തീയതി ബുധനാഴ്ച തെക്ക് ചേരുവാരം വക മകമഹോത്സവവും 7ാം ഉത്സവ ദിനമായ 10-ാം തീയതി വ്യാഴാഴ്ച വടക്ക് ചേരുവാരം വക പൂരം മഹോത്സവവും നടക്കും. ടൈം ന്യൂസ് ചേർത്തല. ഫയർ ഓഫീസറായ ഭർത്താവും KSEB ജീവനക്കാരിയായ ഭാര്യയും ചേർന്ന് നടത്തിയ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവ്. ചേർത്തല നഗരസഭ 10-ാം വാർഡിലെ കൃഷിയിടത്തിൽ വിളവെടുപ്പിന് കൃഷിമന്ത്രിയും എത്തിയത് ആവേശമായി. ഇതൊരു കരാറും ഇല്ലാതെയാണ് അജയനും രാഹിയും ഈ രണ്ടുപേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട്, അവരുടെ മനസ്സിൻ്റെ ഫലമായിട്ട് ഇത്തരം ഒരു രീതിയിലേക്ക് വന്നത്. ആർക്കെങ്കിലും ഇനി ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ് സംശയിക്കുന്നത് എങ്കിൽ അതിന് നവോത്ഥാൻ പദ്ധതി കൂടി അതിന് ഉപയോഗപ്രദമാക്കാം എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇവിടെ അഭിനന്ദിക്കേണ്ടത് അജയനെയാണ്. അജയനോടൊപ്പം ഈ കാര്യത്തിൽ നിന്ന് അജയൻ ജോലിക്കെല്ലാം പോകുമ്പോൾ ഈ കൃഷിയിടത്തെ ഗൗരവതരമായി കണ്ട് ഇവിടെ ഈ തരത്തിൽ ഉജ്ജ്വലമായ ഒരു കൃഷിഭൂമിയാക്കി മാറ്റി അതിനെ ഇത്തരത്തിൽ എല്ലാ ഇനങ്ങളും വിളയിപ്പിച്ചെടുത്ത രാഹി, മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ അടക്കമുള്ളവർ അവരെല്ലാം ഇതിന് നൽകിയ പിന്തുണയും പിൻബലവുമാണ്. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് അജയനും അജയൻ്റെ കുടുംബാംഗങ്ങളും ഇവിടെ നടത്തിയിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷമുണ്ട്. നമുക്ക് തൊട്ടടുത്തെല്ലാം ഇതേപോലെയുള്ള ഇടങ്ങളുണ്ട്. ആ ഇടങ്ങൾ ഭൂമി ഇദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഭൂമി കൊടുക്കാൻ തയ്യാറാവുന്നു. ചിലപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതിന് ആരുടെയും കുറ്റമൊന്നുമല്ല. അവിടേക്ക് വരുന്നു, നോക്കുന്നു, കൃഷി ചെയ്യാൻ വരുന്നു, അതൊക്കെ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. സാധ്യമാവുന്നിടത്തോളം ആളുകൾ കൃഷിയിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ഒരു മുദ്രാവാക്യം തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കേട്ടതുപോലെ അത് അങ്ങേയറ്റം സന്തോഷമുണ്ട്. മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ഇവരെല്ലാം ഇതേപോലെ കൊടുത്ത ഈ ചേച്ചിയെല്ലാം ഇനിയുമുണ്ട് ചെയ്യാം എന്നാണ് പറയുന്നതെല്ലാം. തീർച്ചയായിട്ടും ഒരു വലിയ ഊർജ്ജമാണ് ഈ മണ്ണിൽ നിന്ന് അജയനും രാഹിക്കും കിട്ടിയതെങ്കിൽ പങ്കെടുത്ത് ഞങ്ങൾക്കെല്ലാം അതിനേക്കാൾ വലിയ ഊർജ്ജം കിട്ടുന്നു. കോട്ടയം ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KM അജയകുമാറും ഭാര്യ KSEB തൈക്കാട്ടുശ്ശേരി സബ്സ്റ്റേഷനിലെ ജീവനക്കാരിയുമായ രാഖിയും കുടുംബവും ചേർന്നാണ് കൃഷി നടത്തിയത്.
ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ, വൈസ് ചെയർമാൻ അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, 10ാം വാർഡ് കൗൺസിലർ ആശാ മുകേഷ്, കൃഷി ഓഫീസർ സിജി ഡേവിഡ്, 10ാം വാർഡ് MMC റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ചന്ദ്രഗുപ്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രഗുപ്തൻ മന്ത്രിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. വെണ്ട, പയർ, തക്കാളി, പച്ചമുളക്, തണ്ണിമത്തൻ, ചീര, വഴുതന തുടങ്ങിയവയാണ് കൃഷി ചെയ്തത്. മൂന്നാങ്കര ജംഗ്ഷന് കിഴക്ക് വെള്ളാപ്പള്ളി ജംഗ്ഷനിൽ വേണുനാഥൻ നായരുടെ തരിശായി കിടന്ന അരയേക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാക്കരവേളി ശ്രീകുമാര വിലാസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 11 സമാപിക്കും. കാക്കരവള്ളി ശ്രീകുമാരവിലാസം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം നടന്നു. ഏപ്രിൽ 7-ാം തീയതി തിങ്കളാഴ്ച 7-നും 7:35-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ സുഗതൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടന്നത്. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു. ഏപ്രിൽ 11 വെള്ളിയാഴ്ച 7ാം പൂജയോടുകൂടി തിരുവുത്സവം സമാപിക്കും. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണർ വിഷയത്തിലുള്ള സുപ്രീം കോടതി വിധി ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന നടപടിയെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാരിനെതിരായ താക്കീതാണ് സുപ്രീം കോടതി നൽകിയതെന്നും പി രാജീവ്. പൊതുമേഖലയിലെ ഏക ഔഷധ നിർമ്മാണശാലയായ ആലപ്പുഴ KSTP അരനൂറ്റാണ്ട് പിന്നിടുന്നു. 50ാം വാർഷികവും മെഡിമാർട്ട് ഉദ്ഘാടനവും വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ടം ഏപ്രിൽ 11 ആരംഭിക്കും. ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തോടെയാണ് 2ാം ഘട്ടം ആരംഭിക്കുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ. പക്ഷിപ്പനിയെ തുടർന്ന് പ്രതിസന്ധിയിലായ താറാവ് കർഷകർ ഇപ്പോഴും ദുരിതക്കയത്തിലാണെന്ന് ഐക്യ താറാവ് കർഷക സംഘം. സർക്കാർ സഹായിച്ചില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പ്. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൽ അശ്ലീല പൂരപ്പാട്ടിനും ആഭാസ നൃത്തത്തിനുമുള്ള നിയന്ത്രണം ഇക്കൊല്ലം കർശനമാക്കും. ആചാരങ്ങളുടെ പേരിൽ അശ്ലീല പാട്ടുകളും പൂരം തുള്ളലും അതിരുകടക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.